ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന കാര്യമായത്, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വാക്ക് ഓർക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ തിരുത്താനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് കൊട്ടിഘോഷിക്കാനായിട്ട് കിട്ടുന്ന ഒരവസരം പോലും നമ്മൾ പാഴാക്കാറില്ല. ഇഷ്ടം പോലെ പറയാൻ പറ്റുന്നവരോടൊക്കെ പറയും. എങ്ങനെയെങ്കിലും അവനെ താഴ്ത്തി കാണിക്കണം. ഈ ഒരു അവസരത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. നീ ഒരിക്കലും അവൻ്റെ ജീവിതത്തെ അല്ല വിശുദ്ധീകരിക്കേണ്ട. അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ട് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കേണ്ടവനല്ല ഓരോ ക്രൈസ്തവനും. നീ ക്രൈസ്തവനാണെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ നിന്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കേണ്ടത്, ഒരിക്കലും അവൻ്റെ ജീവിതത്തിലെ കുറവ് തിരുത്താനായിട്ടല്ല പോവേണ്ടത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നേടിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഇത് തന്നെ. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കേണ്ട ദിനങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കിത് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ ജീവിതത്തിലോട് നോക്കിയിരിക്കുകയാണ്. ആ നോട്ടമൊക്കെ ഒന്ന് മാറ്റി നമ്മളിലേക്ക് തന്നെ നോക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ നമ്മെ സമീപിക്കുന്നവർക്ക് ആ വിശുദ്ധി ലഭിക്കും. കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം മൂലം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് ഞാൻ ഏറ്റവും ആദ്യം എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. അവനെൻ്റെ ജീവിതത്തിലെ കുറവ് തിരുത്തുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലെ കുറവ് തിരുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ അതിനുള്ള യോഗ്യത എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാം. അവരിൽ നിന്ന് നോട്ടം പിൻവലിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് അവ പരിഹരിക്കുവാനായിട്ട്, വിശുദ്ധമായ ജീവിതം നയിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.